ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാലി ജോർജ് സിസും കുടുംബവും ചേർന്നാണ്. പ്രത്യേകിച്ച് തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് രണ്ട് മക്കളുടെ കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്. പ്രത്യേകിച്ച് മകളിപ്പോൾ ദുബൈയിലായിരിക്കുന്നു. നിറ്റസിന് അറിയാം, ഹസ്ബൻഡിന് പൂർണ്ണമായൊരു വിടുതൽ, പ്രത്യേകിച്ച് ഹസ്ബൻഡിന് സ്കിൻ അലർജി ഉണ്ട്, അത് പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിനായിട്ടും നിറ്റസിന് ഹല്ലേലൂയ താൻ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് കടന്നു പോകാനുള്ള വഴികൾ ദൈവം തുറക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മകനും കുടുംബവും ഹല്ലേലൂയ ഇപ്പോൾ കുവൈറ്റിലായിരിക്കുന്നു. അവിടെ അവരെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ സാലിസെന്നും ഹസ്ബൻഡിനും പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ വിടുതലും സന്തോഷവും ഇവരിൽ വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. ഇവർ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിനായിട്ട്, ഇവരുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? എന്നെ കേൾക്കുന്നവർ, ഇവർ മുഖാന്തരമാണ് ഇന്ന് ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളും ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളങ്ങളെ അറിയുന്ന, സകല വിഷയങ്ങളെയും അറിയുന്ന ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കാരണം ഇവർ മുഖാന്തരമാണല്ലോ ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും കടക്കാനില്ലാത്ത ദൈവത്തിൻ്റെ കയ്യിലോട്ട് നമുക്കൊന്ന് ഏൽപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ കണ്ണുകൾ അടയ്ക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സാലിസസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരത്ഭുതം അങ്ങ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് അറിയുക, രണ്ട് മക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മകളും കുടുംബവും ദുബൈയിലായിരിക്കുന്നല്ലോ. നിറ്റസിനെ കുടുംബത്തെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഹസ്ബൻഡിനൊരു പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം കർത്താവെ അലർജി രോഗത്തിൽ നിന്ന് വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവെ. അതേപോലെ തന്നെ അറിയ ഈ പ്രിയസസ് ആഗ്രഹിക്കുന്ന നിലയിൽ അറിയ ആ പുതിയ രാജ്യത്തിലേക്കുള്ള വഴി തുറക്കേണ്ടതിനായിട്ടും കർത്താവെ, മകൻ സാലിസസിൻ്റെ മകനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നവരും കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, അവരെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദേശത്തിൽ അവരെ മാനിക്കണമേ. സാലിസസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് സമാധാനം, ഹസ്ബൻഡിന് സന്തോഷവും സമാധാനവും ഇവർക്ക് കുടുംബമായി വെളിപ്പെടുകയും കർത്താവെ ഇവരെ മുമ്പോട്ട് നടത്തുകയും ചെയ്യുന്നതിനായി നന്ദി. ഈ ദിവസങ്ങളിൽ ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഒരു വലിയ അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിച്ച ഓരോ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. പ്രിയരെ, ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ ദിവസവും ഈ എപ്പിസോഡുകളെ മുമ്പോട്ട് നടത്തുന്നത്. വിശ്വസിക്കാമെങ്കിൽ ഇന്നലകളിൽ വെളിപ്പെട്ട അത്ഭുതങ്ങളെക്കാൾ ഇന്ന് ഒന്നുകൂടെ കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. കാരണം ഇന്നലെ കണ്ടതിനേക്കാൾ ഒന്നുകൂടെ ഞാൻ കർത്താവിനോട് അടുക്കുന്നു. കാരണം ഞാൻ മഹത്വത്തിൽ നിന്ന് അതിമഹത്വത്തിലോട്ട് അടുക്കുകയാണ്. കാരണം അടുത്തുകൂടാനാകാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവുമായി ഓരോ ദിവസവും നിത്യതയിൽ വിശ്വസിക്കുന്ന ഞാൻ ഇപ്പോൾ എൻ്റെ കർത്താവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കുകയാണ്. കർത്താവിൻ്റെ കരമാണ് നമ്മെ നടത്തുന്നത്. എങ്കിൽ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ഒരു കാര്യം ഉറപ്പാക്കുന്നു: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കാണുക. നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റുപറയുവാൻ തയ്യാറാകണം. കാരണം വചനത്തിന് ശക്തിയുണ്ട്. വചനത്താൽ ജീവിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ശത്രുവിനെ ജയിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പരീക്ഷകനോട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ തിരുവചനവും കൊണ്ട് അത്രയും ജീവിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം 119 സങ്കീർത്തനം 105 വാക്യം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പാതകളെ തുറക്കുന്ന, വഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്തൊന്ന് വിശ്വസിച്ചാട്ടെ. ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഈ ആരംഭത്തിൽ തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്.
വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പൂർണ്ണമായി വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഈ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് മാത്രമേ, അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ തിരിച്ചു മടങ്ങി വരത്തോളെന്ന് യെശയ്യാവ് വിളിച്ചു പറയുകയാണ്. എങ്കിൽ വിശ്വസിക്കുക, ഇന്ന് ഈ അയക്കപ്പെടുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരും, മാറ്റം കൊണ്ടുവരും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ലെന്നും, ഹല്ലേലൂയ, അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാളും ലജ്ജിക്കത്തില്ലെന്നും, അവനെ കാത്തിരുന്ന ഒരാൾ പോലും ലജ്ജിക്കത്തില്ലെന്നും തിരുവചനങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കും എനിക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഞാനിതുകൾ വരുന്നത്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, നിങ്ങൾക്കും എനിക്കും രൂപാന്തരം കൊണ്ടുവരുന്ന, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങളുടെ ഹല്ലേലൂയ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, വർഷങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ഹല്ലേലൂയ അത്ഭുതങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. നിങ്ങളൊരു അത്ഭുത സാക്ഷിയായി തീരാൻ പോവുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത്, ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാനാണ്. ഹല്ലേലൂയ. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മകൾ പറയുവാനായിട്ട്. ഇന്നും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. പ്രതീക്ഷയുള്ളവന് മാത്രമേ പുതിയത് വെളിപ്പെടത്തുള്ളൂ. ഇന്നലകളിൽ തകർച്ചയിൽ നിൽക്കുന്നവൻ, ഇന്നലകളുടെ വേദനകളിൽ നിൽക്കുന്നവൻ, ഹല്ലേലൂയ, അവന് പുതിയത് വെളിപ്പെടണമെന്നില്ല. കാരണം ആ ഇന്നലകളുടെ തകർച്ചകളിലോ ആ ഭയത്തിലോ നിൽക്കുന്നവർ ഇന്നലകളിലാണ് ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, അവൻ ഹല്ലേലൂയ വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളൊരു ഭയങ്കര പ്രത്യാശ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിന് എന്തും ചെയ്യാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുമോ? ഇസ്രായേൽ മക്കൾ ഇതാ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ അതുവരെയും അടിമത്വത്തിലേക്ക് കൊണ്ടുവന്ന ഫറവോനും പറയുന്നു, അവരുടെ എല്ലാ വഴികളും അടഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അടുത്ത ഒരു മിനിറ്റിൽ, അടുത്ത മണിക്കൂറിൽ ചെങ്കടൽ തുറന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവർക്കറിയത്തില്ലായിരുന്നു ചെങ്കടലിൻ്റെ നടുവിൽ ഒരു വഴി ഉണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലെ ഇനി ഒരു വഴിയും തുറക്കത്തില്ലെന്ന് പറയുന്നു, ഒരു നന്മയും കാണത്തില്ലെന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ കർത്താവ് ഒരു അത്ഭുതത്തെ, സൂപ്പർ നാച്ചുറലിനെ തുറക്കാൻ പോവുകയാണ്. ആ അത്ഭുതത്തെ തുറക്കേണ്ടതിനായിട്ട്, ആ അത്ഭുതത്തെ അനുഭവിക്കേണ്ടതിന് വേണ്ടി ദൈവത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. യായിറോസിൻ്റെ വീട്ടിൽ മരിച്ചുപോയ തൻ്റെ മകളെ വീണ്ടും കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് 4-ാമത്തെ ദിവസം വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന പടകിനെ, ശൂന്യമാക്കിയ പടകിനെ വാക്കുകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന അതേ കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളായിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്നത്തെ ഈ വചന ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആ നിലയിൽ നമ്മൾ ഇന്ന് വചനത്തിലേക്ക് അടുത്ത് വരികയാണ്. ഞാൻ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. പ്രിയരെ, വായിച്ചു കേട്ട വാക്യത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ വചനം വ്യക്തമായി സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാനും നിങ്ങളും ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉറപ്പുള്ളവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവപ്രവർത്തികൾ കാണേണ്ടതിന് വേണ്ടി വിശ്വാസത്തിൽ അത്ര സ്റ്റെപ്പുകൾ വെക്കേണ്ടത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം തന്നെ 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ വിശ്വാസത്തിലാണ് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഏത് വിഷയത്തിനകത്താണോ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്നത്, അതിനകത്ത് എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ചില സമയങ്ങൾ തന്നെ ഏറ്റുപറയാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി വ്യാപരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളിലൊരു ശക്തി വ്യാപരിക്കുന്നത് കാണാൻ കഴിയും. എഫെസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നു, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ആളവറ്റ ശക്തിയുടെ വലിപ്പം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അദൃശ്യകരം ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്.
എൻ്റെ ചിന്തയിൽ ഒരു സൂപ്പർ നാച്ചുറൽ അറിയാം. സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരെല്ലാം മലയാളത്തിൽ അമാനുഷിക ശക്തി എന്നാണ് അറിയാം. ആ അമാനുഷിക ശക്തിയെ വിളിച്ചു വരുത്തുന്നത് നിൻ്റെ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ തുടക്കവാക്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അത്ഭുതങ്ങളിലേക്ക് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ ഉറപ്പിനെ കാണിക്കുന്നതാണ്. വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ നിശ്ചയത്തെ കാണിക്കുകയാണ്. ഞാനത് കണ്ടിരിക്കും, എൻ്റെ കർത്താവ് എനിക്കത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ആ നിലകളിൽ തന്നെ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റുന്നവർ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഒന്നുകൂടെ തളരാതെ, വിശ്വാസം ഒരാളുടെ മേളിൽ വ്യാപരിക്കുമ്പോൾ അവൻ വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. വീണ്ടും പ്രവർത്തിക്കാൻ, വീണ്ടും സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് അപ്പൻ്റെ കാലത്തുള്ള കിണറുകൾ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രു വന്ന കിണറുകൾ മുഴുവൻ മൂടിക്കളയുന്ന അനുഭവം ഉണ്ടായി. പക്ഷേ ഇസഹാക്കിയ തലമുറ അല്ലെങ്കിൽ ഇസഹാക്ക് തളർന്നു പോകുന്നതിനായിരുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഹല്ലേലൂയ കിണറുകൾ കുഴിച്ചു. അറിയാം, ഒന്നാമത്തെ കിണർ ശത്രു മൂടി, രണ്ടാമത്തെ കിണർ ശത്രു മൂടി, മൂന്നാമത്തെ കിണർ ശത്രു മൂടി. എന്നാലും തളർന്നു പോകാത്ത ചില ഇസഹാക്കുമാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവനറിയാം ഈ വീണ്ടും കുഴിക്കുന്ന കിണറിൽ ഹല്ലേലൂയ രഹബോത്ത് വെളിപ്പെട്ടു വരും. വർധനവിൻ്റെ ശത്രു വരാത്ത ഒരു അനുഭവം, ശത്രു വരാത്ത ഒരു കാലം തുറക്കും. ഹല്ലേലൂയ. രഹബോത്ത് അടുത്ത പ്രാവശ്യം കിണർ കുഴിച്ചതോടെ ഹല്ലേലൂയ ശത്രുവിന് വരാൻ കഴിഞ്ഞില്ല. ആ കിണറിനവൻ രഹബോത്ത് എന്ന് പേരിട്ടു. എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇന്നലകളുടെ പ്രശ്നങ്ങളോ ഇന്നലകളുടെ തകർച്ചകളോ നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയും രഹബോത്തിനെ തുറക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയും വർധനവിൻ്റെ, നിങ്ങൾക്ക് വേണ്ടിയും അനുഗ്രഹത്തിൻ്റെ തലത്തെ തുറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിലയിൽ ഇന്നത്തെ ഈ വചനചിന്ത നിങ്ങളും ഞാനും ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവരെ, നമുക്ക് വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ കയറുവാനായിട്ട്. കാരണം വിശ്വാസമാണ് ഉയർന്ന നിലയിലുള്ള ദൈവപ്രവർത്തികളെ കൊണ്ടുവരുന്നത്. ഒന്നുകൂടെ ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 27, 28, 29 വാക്യങ്ങളിലേക്ക്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിൽ എത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഓവ് കർത്താവേ എന്നവർ പറഞ്ഞു. ഈ വായിച്ചു കേട്ട വചന പശ്ചാത്തലം പൂർണ്ണമായി വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 2 കുരുടന്മാരാണ് എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർ. അവർക്ക് യേശു എങ്ങനെ ഇരിക്കുന്നെന്നോ യേശു എങ്ങനെയുള്ളവനാണെന്നൊന്നും കണ്ടവർക്ക് പരിചയമില്ല. അവൻ വെളുത്തവനാണെന്നോ കറുത്തവനാണെന്നോ നീളം കൂടിയവനോ ഒന്നും അറിയത്തില്ല. പക്ഷേ അവരൊന്ന് കേട്ടിട്ടുണ്ട്, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്, യേശു അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആ കേൾവിയാണ് അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ ഈ വചനചിന്ത ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് യേശു ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. ഇതുവരെ അനുഭവമില്ലാത്തവർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഈ 2 കുരുടന്മാർ അറിയുക എന്താണോ വിശ്വസിക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അവർ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പറയുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ആ 2 പേർ വരുമ്പോൾ യേശു അവരോട് ചോദ്യം ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് യേശു ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഏത് വലിയ വിഷയത്തിനകത്തും യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല നാമത്തിനും മുകളിൽ നിൽക്കുന്ന നാമത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എല്ലാ നാമത്തിനും മുകളിൽ നിൽക്കുന്ന നാമത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ 35-ാമത്തെ വയസ്സിലാണ് ഞാൻ ജോലി വിട്ടിട്ട് കർത്താവിൻ്റെ മേലേക്ക് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ദൈവങ്ങളെ പഠിച്ചെങ്കിലും ഇന്നും ജീവിക്കുന്ന, ഉയർത്തെഴുന്നേറ്റെന്ന് തെളിവോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ഈ ലോകത്തിൽ അനേക വിശുദ്ധന്മാരും അനേക ദൈവങ്ങളും ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാമെങ്കിലും അവരാരും ഉയർത്തെഴുന്നേറ്റതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മരണത്തെ ജയിച്ചവർ ഇന്നും ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു, ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ വിഷയങ്ങളിൽ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളെക്കാൾ ഉയർന്നൊരു നാമത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ആ നാമത്തിന് സകലത്തിനും കീഴ്പ്പെടുത്താനുള്ള അധികാരമുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിന് മറുപടി യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്കുണ്ട്. നിങ്ങൾ സ്വീകരിക്കാമെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരോട് ഈ വചനഭാഗം വേഗത്തിലൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ 2 കുരുടന്മാരോട് പറയുകയാണ്, യേശു പറയുകയാണ്, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ.
കാണാത്ത കുരുടന്മാർ അവർ ഉറപ്പിച്ച് പറയാണ്, ഓ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കർത്താവിനോട് പറയണം, എൻ്റെ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കുമെന്ന്. സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങൾ വിശ്വാസത്തോടെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അടുത്ത മിനിറ്റിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരോട് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ആഴം അവിടെ കാണാൻ പറ്റും. അടുത്ത വാക്യം 29-ാമത്തെ വാക്യം, അവൻ അവരുടെ കണ്ണുകൾ തൊട്ടു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരുടെ കണ്ണുകളെ ഒന്ന് സ്പർശിച്ചു. എന്നിട്ട് അടുത്ത പദം കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മളിൽ വെളിപ്പെട്ട് വരും. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരും. കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. ആയിരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലവരെയും കാണുമ്പോഴേ അറിയാം അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവർ രോഗിയാണ്, അവർ പ്രശ്നത്തിലൂടെ പോകുന്നതെന്നുള്ളത്. പക്ഷെ ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അവരെ വിശ്വാസത്തിൻ്റെ അളവുകൾ അറിയാം. ഭയങ്കര പ്രശ്നത്തിലാണെങ്കിലും അവരുടെ ആരാധന, അവരുടെ ദൈവത്തെ വിളി ഭയങ്കരമായ നന്മകളെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം അവർ വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഈ വിശ്വാസം എങ്ങനെയാണ് പുറത്തു വരുന്നതെന്നുള്ളത്? വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. റോമാലേഖനം 10-ാം-17-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമായി വെളിപ്പെടുന്നത്. അപ്പോൾ ആ വിശ്വാസം വരുന്നത്, ഡൗട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, അതും കേൾവിയാലാണ്. എങ്കിൽ ഈ അവിശ്വാസം കൊണ്ടുവരുന്ന, ഡൗട്ട് കൊണ്ടുവരുന്നതിനെല്ലാം ഇന്ന് ആ ചെവി അടയ്ക്കണം. എന്നിട്ട് വിശ്വാസത്തെ മാത്രം ഉറപ്പിക്കുക. വിശ്വാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവനെ കണ്ടാൽ അറിയാൻ പറ്റും. ഹല്ലേലൂയ. അവൻ സൗഖ്യം പ്രാപിക്കാനാണെങ്കിൽ അവനെ കണ്ടാൽ അറിയാൻ പറ്റും. അവൻ്റെ ഓരോ സ്റ്റെപ്പും അവൻ്റെ പ്രാർത്ഥനയെല്ലാം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ നിരാശയിലാണ് നിൽക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് മലയാളികൾ നിരാശപ്പെട്ടാൽ, ഹല്ലേലൂയ, ഭാരപ്പെട്ടാൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ മുഖത്ത് അത് എഴുതി വെച്ചേക്കുന്നത് പോലാണ്. പക്ഷെ വിശ്വാസം ആവേശത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. വിശ്വാസം ചലനങ്ങളെ ഉണ്ടാക്കും. വിശ്വാസം എഴുന്നേൽപ്പിനെ കൊണ്ടുവരും. നിങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കാമെങ്കിൽ ഒറ്റ ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി, ഹല്ലേലൂയ, 14-ാം അധ്യായം 8-ാമത്തെ വാക്യം, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. 9-ാമത്തെ വാക്യം, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് 10-ാമത്തെ വാക്യം, നീ എഴുന്നേറ്റ് കാലൂന്നി നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, കാലിന് ഒട്ടും ശേഷിയില്ലാത്ത, നമുക്ക് അവരെ കണ്ടാൽ അറിയാൻ പറ്റും. ആ കാലം നിവരത്തില്ലെന്നുള്ളത് ലോകക്കാർക്കും വൈദ്യശാസ്ത്രത്തിനും അറിയാം. പക്ഷെ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അവനെ ഉറ്റുനോക്കി. അവനെ സൗഖ്യമാകാൻ വിശ്വാസമുണ്ടെന്ന് കണ്ടു എന്നാണ് പൗലോസ് പറയുന്നത്. ഇന്ന് ഈ മിനിറ്റിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാൻ, നിങ്ങളുടെ വിഷയത്തിനകത്ത് മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് കാണാൻ സ്വർഗത്തിന് പറ്റിയാൽ, ഞാൻ വിളിച്ചു പറയുന്നു, അടുത്ത മിനിറ്റുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന മിനിറ്റുകളായിരിക്കും. നിങ്ങൾ സാക്ഷ്യത്തിലേക്ക് കയറുന്ന മിനിറ്റുകളായിരിക്കും. നിങ്ങൾ അത്ഭുതം പ്രാപിക്കുന്ന മിനിറ്റുകളായിരിക്കും. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും, കുറിവാക്യം മറക്കരുത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളിൽ അവന് പ്രസാദമില്ലെന്ന് ദൈവം പറയുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ കേട്ടു. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ തലത്തിൽ തന്നെ ചിന്തിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് രക്തത്തെ, അവസാന തുള്ളി രക്തവും തന്നത്. ഹല്ലേലൂയ. ആ വിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ ജയിക്കുവാനായിട്ട്, ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ ജയിക്കുവാനായിട്ട്. ഹല്ലേലൂയ. നിത്യത വരെയും അവൻ്റെ ആത്മാവിൽ, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കണ്ണുകൾ നടക്ക്. ഈ മിനിറ്റിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടി ചില സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാണ്. എൻ്റെ മോൻ ചോദിക്കുന്നത് എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ കരയുന്നത്.
ആ കരച്ചിലോടെ ഞാൻ ഡൗൺ ആവുന്നുണ്ട്. എനിക്ക് ഷുഗർ ഡൗണായി ഞാൻ താഴോട്ട് വീഴുന്നൊരവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു എന്താ കാര്യം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ആ അവസ്ഥയായിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അവിടെ ഒക്കെ എൻ്റെ ദൈവം അവിടെ കരുതി ഞങ്ങളെ ഡോക്ടർ വളരെ വളരെ സഹായമായിട്ട് ഡോക്ടർ ഞങ്ങളെ ആ രീതി കരുതൽ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. പക്ഷെ എന്നാലും എനിക്ക് എണീച്ച് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ പിന്നെ ന്യൂറോയുടെ അടുത്ത് പോയി ഒത്തിരി മെഡിസിൻസ് തന്നു. ഡോക്ടർ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ പറഞ്ഞു എന്തോ എനിക്കറിയത്തില്ല. എന്നിട്ടും ഡോക്ടർ എനിക്ക് എണീച്ച് നിൽക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. തല കറങ്ങി വീഴുന്നൊരവസ്ഥ. അപ്പം അച്ഛനെ പിടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വരും തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റുമോ തന്നെ. ആ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മയക്കത്തിൽ കാണുന്ന ഒരു വെള്ളം ആരും എന്നെ കുടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വെള്ളം ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുക ഇത് എന്തോ ഞാൻ കാണുന്നത്, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ആരോ എന്നെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് ദേവദാസൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ ബോഡിക്കകത്തുനിന്ന് എന്തോ എനിക്കൊരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ മാറ്റം വന്നേ പിന്നെ എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയില്ല. ഞാൻ ഇപ്പം വളരെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം കുഴപ്പമില്ല. എനിക്ക് തല കറങ്ങുമായിരുന്നു, എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം വളരെ മാറ്റമുണ്ട്. എൻ്റെ ദൈവത്തോട് നന്ദി ഞാൻ പറയും. എൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തിനും ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുകയാണ്. ആമേൻ, ആമേൻ. ഈ സഹോദരി വ്യക്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ ഈ ആരാധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കഥാവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, നിന്നാൽ തലകറങ്ങി താഴെ വീഴുമായിരുന്നു, അതായത് സ്റ്റേജ്. പക്ഷേ ഈ ആരാധനയ്ക്ക് വന്നതോടെ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. ഈ സഹോദരി ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരുടെയും കൈപിടിക്കാതെ വീട്ടിലെ ജോലികൾ ചെയ്യും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റിയതുപോലെ ആയിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു ഇവൾ ഇന്നു മുതൽ അസാധാരണമായ ഒരു ബലത്തിലോട്ട് കയറുകയാണ്. ഇവളിലൂടെ ആ സ്ഥലത്തൊരു ഉണർവ് നടക്കും, ഇവളിലൂടെ ഒരു വിടുതൽ നടക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷിബു, ഹരിപ്പാട് നിന്ന് വരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ ഒരു അരുളപ്പാടിക്കുണ്ടായി 7 ലക്ഷം രൂപയുടെ ബാധ്യതന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, 7 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 9 ലക്ഷം രൂപയുടെ ഒരു ക്രമീകരണം എനിക്ക് ദൈവം തന്നു. ഏറ്റവും ഞാൻ ഭയങ്കര കരുതലാണ്. വിളിച്ച് പറഞ്ഞു ഭാരപ്പെടുമൊന്നും വേണ്ട, കാരണം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു പോയ വ്യക്തിയെ അപ്രതീക്ഷിതമായി എൻ്റെ മേലുള്ള സഹായങ്ങളൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഒരു കഷ്ടത വന്നതുകൊണ്ട് എൻ്റെ ഏകദേശം 60,000 രൂപ മേൽ ഞാൻ മാസം പലിശ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഒരു 9,500 രൂപയുടെ പലിശയിൽ നിന്ന് എനിക്ക് കുറവ് കിട്ടി. അപ്പം അതോടൊപ്പം തന്നെ ദേവദാസിൻ്റെ പ്രാർത്ഥന എനിക്ക് പല സ്ഥലങ്ങളിൽ ഞാൻ തലകുണിച്ചാണ് നിന്നത്. എന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു, അതിനുശേഷം കുറച്ചൊന്ന് തല ഉയർത്തി നിൽക്കാനേ എനിക്ക് പറ്റുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ 3 മാസം കൊണ്ട് ബ്ലീഡിങ് ആയി ദുഃഖമായിട്ട് ഇന്ന സമയത്ത് നിൽക്കാതെ വന്ന് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ദേവദാസനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ ട്രിപ്പല്ലായിട്ട് അതിലൊന്നും കുറവില്ലായിരുന്നു. അപ്പോൾ ക്യാൻസർ ടെസ്റ്റ് നടന്ന്. അപ്പോൾ അതിലും ഡോക്ടർ പറഞ്ഞ് അത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ നൊട്ടൊരു ചതവുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുക്കുന്നൂറും പൊട്ടി അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം വിടുവിക്കാത്ത ദൈവമല്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ. ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, നോർമലാന്ന് പറഞ്ഞ്. ഇവിടെ ദേവദാസൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എൻ്റെ ചോദിച്ചു എങ്ങനെ എനിക്ക് ടെസ്റ്റ് കിട്ടുമോ? ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ല, പക്ഷേ എനിക്ക് സൗഖ്യപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് നന്നായിരിക്കട്ടെ, ആ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. കർത്താവേ യേശുവെ നന്ദി. അതെനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് ദുബായിൽ വിസയുടെ കാലാവധി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഇവിടെ വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അതിൽ നിന്നും 2 വർഷത്തേക്ക് പുതുക്കി കൊടുത്തു. പിന്നെ എൻ്റെ മോന് ഗോഡ്സിൻ്റെ ഒന്നും +2 കഴിഞ്ഞപ്പം കിട്ടിയില്ല. അപ്പോഴും ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വെള്ളിയാഴ്ച പോയി അഡ്മിഷൻ എടുത്തു. അവന് ഇവിടെ കരുനാഗപ്പള്ളി കിട്ടി. യേശുവെ നന്ദി അപ്പാ, നന്ദി. ഒന്ന് കര ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നന്ദി പറയണം.
ചിലവരിപ്പോൾ തന്നെ ജോലിയുടെ പുതിയ വാതിലുകൾ, ചില നാളുകളായിട്ട് ഇംഗ്ലീഷ് എക്സാമുകൾ എഴുതിയിട്ട് ഒന്നും നടക്കാത്ത ചിലവർക്ക് വേണ്ടി പുതിയ വഴികൾ ദൈവം തുറക്കുന്നു, പുതിയ ജോലിയുടെ വാതിലുകൾ തുറക്കുന്നു. അപ്പാ, സുബി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അപ്പു എന്ന് വീട്ടിൽ വിളിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടി അത്ഭുതകരമായ ജോലിയുടെ വഴി തുറക്കുകയാണ്. അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതലുകൾ സംഭവിക്കുകയാണ്. കർത്താവേ, ഞാൻ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ സ്മിത എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സ്മിതയ്ക്ക് വേണ്ടി സങ്കടങ്ങൾ മാറുന്ന രീതിയിൽ, കളിയാക്കലുകൾ മാറുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. കർത്താവെ, ലലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, തോമസ് കുട്ടി എന്ന ഒരു ബ്രദർ എന്നെ കാണുന്നുണ്ട്. ആ ബ്രദറിന് വേണ്ടി ഹല്ലേലൂയ ഇപ്പോൾ ഒരു അത്ഭുതമായ വഴി വീട്ടിൽ 2-3 നന്മകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പ്രതീക്ഷകൾ അവസാനിച്ച ചിലവരുണ്ടല്ലോപ്പാ, അവർക്ക് വേണ്ടി ഇന്ന് തന്നെ ഒരത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളെ അറിയിക്കണം. 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്കാണ് നേരിട്ട് വിളിക്കേണ്ടത്. ഇതിനകത്ത് കാണുന്ന 9072 എന്ന് കാണുന്ന നമ്പർ വാട്സാപ്പ് നമ്പറാണ്. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സൂം ID നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ വലിയ കാര്യം, കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ആരാധന നടക്കുന്നു. നേരിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വരാൻ കഴിയുന്നവർ വരണമെന്ന് ഓർപ്പിക്കുന്നു. മാസത്തിൽ എല്ലാ 3 ദിവസവും, സെക്കൻഡ് സാറ്റർഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസങ്ങളിൽ കൊല്ലത്ത് പ്രത്യേകമായി ഹല്ലേലൂയ വലിയ 72 കണ്ടിന്യൂ ആയിട്ടുള്ള പ്രയറുകൾ നടക്കുന്നു. നിങ്ങൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും താമസ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നാൽ നേരിട്ട് ആ പ്രാർത്ഥനകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വലിയ വിടുതലുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കൊല്ലത്തെ പ്രയറിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ എപ്പിസോഡിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ, ഈ മിനിസ്ട്രിക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമേ. കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് കൂടുതൽ മാനിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.